السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر الماضين والمحبين والعاشقين وأصلافهم وأخلافهم وجميع المؤمنين. بسم الله الرحمن الرحيم. وتقلبك في الساجدين. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: إن الله خلق الخلق فجعلني من خيرهم من خير فرقهم وخير الفريقين. صدق رسول الله صلى الله عليه وسلم. رواه الإمام الترمذي رحمه الله. له النسب العالي فليس كمثله حسيب نسيب منعم متكرم. وقريش هي التي تسكن البحر بها سميت قريش قريشا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റബീഉൻ നൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ നസബ് ഷരീഫും അവിടുത്തെ വാലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ നസബുമായി ബന്ധപ്പെട്ട അവിടുത്തെ നസബ് സീറത്തുൽ നബിയോട്, സീറത്തുൽ മുസ്തഫയോട് ബന്ധപ്പെട്ട ചില ദിറാസയിലും സൂചന നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് എല്ലാ നിലക്കും മഹത്വമുള്ളതാണ്. ഒരുപാട് ആയത്തിന്റെ തഫ്സീറുകളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മഹാന്മാർ രേഖപ്പെടുത്തതായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر الماضين والمحبين والعاشقين وأصلافهم وأخلافهم وجميع المؤمنين. بسم الله الرحمن الرحيم. وتقلبك في الساجدين. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: إن الله خلق الخلق فجعلني من خيرهم من خير فرقهم وخير الفريقين إلى آخر الحديث الشريف. رواه الإمام الترمذي رحمه الله. له النسب العالي فليس كمثله حسيب نسيب منعم متكرم. وقريش هي التي تسكن البحر بها سميت قريش قريشا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റബീഉൻ നൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ഷരീഫും അവിടുത്തെ മാതാപിതാക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ഷരീഫ്
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി ബാബു മബ്അസിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാലിദ് മാജിദ്, അവിടുത്തെ പിതാവിൻ്റെ നസബ് ഷരീഫും, അതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ മാതാവിൻ്റെ വാലിദ മാജിദ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഷജറത്തുൻ നസബും മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും നസബ് ഷരീഫ് കിലാബ് ബിൻ മുറത്ത് അവിടെയാണ് കൂടുന്നത്. പിന്നീട് അദ്നാൻ വരെ എല്ലാ മുഅർരിഖീങ്ങളുടെ അടുക്കലും സ്വഹീഹായ സനദുകൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം അദ്നാൻ എന്നവരുടെ ശേഷം ഒരുപാട് പണ്ഡിതന്മാർ വിശദമായ നസബ് വിശദമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടത് അദ്നാൻ വരെയുള്ള അദ്നാൻ എന്നവർ ഉള്ള പരമ്പരയാണ് സാധാരണ പറയാറുള്ളത്. കിർമാനി ബുഖാരിയുടെ ഹാഷിയ 1-ാം വാല്യം 543. മാത്രമല്ല എല്ലാ മുഅർരിഖീങ്ങളും ഒത്തു സംബന്ധിച്ച സംഗതിയാണ് അദ്നാൻ എന്നവർ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, അവിടുത്തെ നസബ് എല്ലാ നിലക്കും ഷറഫൻ വ ഫളിലൻ വ നസബൻ ആയിലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ പവർ, മഹത്വം ഇസ്ലാമിൽ പ്രവേശിച്ചവർ മാത്രമല്ല സത്യനിഷേധികളും നിഷേധിക്കാത്ത ഒരു സംഗതിയാണത്. അതുകൊണ്ട് തന്നെയല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലെ തുടക്കത്തിൽ ഹിർഖൽ രാജാവുമായി ബന്ധപ്പെട്ട ഒരു നീണ്ട ഹദീസിൽ അബൂ സുഫിയാൻ എന്നിവിടെ വാക്ക് പറയുന്നത്. സത്യത്തിൽ അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഹിർഖൽ റോം രാജാവ് കൈസറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അബൂ സുഫിയാൻ പറഞ്ഞ വാക്ക് ഹുവ ഫീനാ ദൂ നസബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേലെയായ നസബുള്ളവരാണ് എന്ന് അബൂ സുഫിയാൻ ഹിർഖൽ രാജാവിൻ്റെ മുമ്പിൽ പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 1-ാം വാല്യം 4-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ശത്രുക്കൾ പോലും സത്യനിഷേധികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ മഹത്വം അറിയും. അബൂ സുഫിയാൻ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു. എന്തെങ്കിലും ഒരു അയവ് കിട്ടിയാൽ ഹിർഖൽ രാജാവിനെ അവർ പറയാമല്ലോ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ സുഫിയാൻ പല നിലക്കും അധ്വാനിച്ച് നോക്കി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബും എല്ലാം പറയാതെ നിർവാഹമില്ലാത്ത വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബിൻ്റെ ആ മഹത്വമേറിയ നസബിനെ സംബന്ധിച്ച് പറയേണ്ടി വന്നു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ പിതാക്കൾ, അവരുടെ മാതാക്കൾ വല്ലാത്തൊരു ചർച്ചയാണ് ആശിഖീങ്ങളുടെയും മുഹഖിഖീങ്ങളുടെ ഇടയിൽ. ഈമാനികമായി നോട്ടം നോക്കിയ സർവ്വമഹത്തുക്കളുടെ ഇടയിലും ഒരു പുണ്യകർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ഷരീഫ്, അവിടുത്തെ ആബാ, അജ്ദാദ്, ഉമ്മഹാത്ത് അവരെ സംബന്ധിച്ച് പറയുന്നതും. മാത്രമല്ല ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ബൈത്തിലൂടെ പഠിപ്പിച്ചതുപോലെ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി, എല്ലാ ഐബുകളെ തൊട്ടും സൃഷ്ടികളിൽ സാധാരണ ഐബുകളായി കാണുന്ന
എല്ലാ അയബുകളെ തൊട്ടും മുക്തരായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ തന്നെ ഒരുപാട് ഹദീസുകളിൽ അവിടുത്തെ നസബ് ഷരീഫിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. ധാരാളം ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നസബിൻ്റെ മഹത്വം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നസബിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കിതാബുകളിൽ, പ്രത്യേകിച്ചും എളുപ്പത്തിൽ പറയാൻ അദ്ദുറുൽ മുനല്ലം ഫി ബയാനി ഹുക്മി മൗലിദിൻ നബിയിൽ ആലം, മഹാനായ ഷെയ്ഖുദ്ദലാഇൽ അബ്ദുൽ ഹഖ് അൽ ഇലഹബാദി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ ഓരോ ഫസ്ലുകളിലും വ്യത്യസ്തമായ ശൈലിയാണ്. എന്നാൽ ചില ഫസ്ലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ അവിടുത്തെ നസബ് ഷരീഫിനെ സംബന്ധിച്ച് പറഞ്ഞതും ചില ഫസ്ലുകളിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ 25-ാമത്തെ ഹദീസ് മുതൽ 27 വരെയുള്ള ഹദീസിലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നസബ് ഷരീഫ് പറഞ്ഞത് കാണാം. 25-ാമത്തെ ഹദീസ് 2-ാമത്തെ ബാബിലെ 1-ാമത്തെ ഫസിൽ തന്നെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സംഭവം പറഞ്ഞ ശേഷം 24-ാമത്തെ ഹദീസ് 2-ാം ഫസിൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഫജഅലനി ഫീ ഖൈരിഹിം സുമ്മ ജഅലഹും ഫിർഖത്തൈൻ. അള്ളാഹു സൃഷ്ടികളെ പഠിച്ചിട്ട് ഖൈറായ സൃഷ്ടിയിൽ എണ്ണപ്പെടുത്തി, എന്നിട്ട് അതിനെ 2 ഭാഗമാക്കി അതിലും ഖൈറുള്ളവരെ, കബീലകളിൽ ഖൈറ്, വീടുകളിൽ ഖൈറ്, എല്ലാ നിലക്കും ബൈത്തൻ നഫ്സൻ കബീലത്തൻ എല്ലാ വിഷയത്തിലും ഖൈറുള്ളവരായി എന്ന് സൃഷ്ടിച്ചു എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുർമുദിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അതുപോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ഖുറൈശൻ ജലസു ഫതദാക്കറു അഹ്സാബുഹും ബൈനഹും ഫജഅലു മസലക കമസലി നഖലത്തിൻ ഫീ കബുവത്തിൻ മിനൽ അർദ്. ഖുറൈശികളുടെ സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹസബും നസബൊക്കെ പറഞ്ഞിട്ട് കാരക്കൻ്റെ മരത്തിനോടൊക്കെ സാദൃശ്യപ്പെടുത്തിയിട്ട് പല വിധത്തിലും പറയുന്നുണ്ട് എന്ന വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പുണ്യവാക്ക്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഫജഅലനി മിൻ ഖൈരിഹിം മിൻ ഖൈരി ഫിർഖിഹിം വഖൈരിൽ ഫരീഖൈൻ ثم تخير القبائل فجعلني من خير قبيلة ثم تخير البيوت فجعلني من خير بيوتهم فأنا خيرهم نفسا وخيرهم بيتا. തുർമുദി ഇമാം റളിയല്ലാഹു അൻഹു അൽ ജാമിഉ സ്വഹീഹ് അബ്വാബുൽ മനാഖിബ് ബാബുൻ ഫീ ഫളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതായത് സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. റബ്ബുക യഖ്ലുഖു മാ യശാഉ യഖ്താർ എന്ന് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതുപോലെ സൃഷ്ടികളെ പടച്ചിട്ട് അതിൽ എല്ലാ വിഷയത്തിലും കബീലത്തൻ നിലക്കും ബൈത്തൻ നിലക്കും നഫ്സൻ നിലക്കും എല്ലാ നിലക്കും ഖൈറുള്ളവരായിട്ടാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്, എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, എന്നെ ആക്കിയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഹദീസുകളൊക്കെ കാണാം. മാത്രമല്ല ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയിൽ ഉദ്ധരിച്ച ഒരു നീണ്ട ഹദീസ്, ഫൗഖ്രിജ്തു മിൻ ബൈനി അബവി വലം യുസിബനി ശൈഉൻ മിൻ അഹ്ദിൽ ജാഹിലിയത്തി വഖറജ്തു മിൻ നികാഹിൻ വലം അഖ്റുജ് മിൻ സിഫാഹിൻ മില്ലദൻ ആദമ ഹത്തൻ തഹീതു ഇലാ അബി വ ഉമ്മി ഫഅന ഖൈറുക്കും നഫ്സൻ വ ഖൈറുക്കും അബാ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലുൻ നുബുവയിൽ, അതായത് അബ്ദുൽ ഹഖ് ഇലഹബാദി റഹ്മത്തുള്ളാഹി അദ്ദുറുൽ മുനല്ലമിൻ്റെ 2-ാമത്തെ ഫസലിൽ 26-ാമത്തെ ഹദീസിലൊക്കെ രേഖപ്പെടുത്തുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിൻ്റെ വിഷയത്തിലും സൃഷ്ടികളെ കൂട്ടത്തിൽ തുല്യത ഇല്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്നാണ് ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ഷരീഫ്, അവിടുത്തെ നസബ് ഷരീഫിൻ്റെ ത്വഹാറത്തിൻ്റെ ദലീൽ പ്രത്യേകമൊന്നും പറയേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഷയത്തിലും അറബികളുടെ ഇടയിലും അജബുകളുടെ ഇടയിലെല്ലാം മുഅസ്സസാണ്, മുഅല്ലമാണ്, മുകറമാണ്.
അവിടുത്തെ മാതാവിൻ്റെ കുടുംബവും അവിടുത്തെ പിതാവിൻ്റെ കുടുംബവും രണ്ടും വലിയ കുടുംബം, മഹത്വമുള്ള കുടുംബമാണ്. മക്കക്കാരെക്കാളും സർവ്വജനങ്ങളെക്കാളും സൃഷ്ടികൾ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ളവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ശത്രുക്കൾ പോലും അൽ ഫളു മാ ഷഹീദത്ത് ബിഹിൽ അഅദാഉ അംഗീകരിച്ച സംഗതിയാണ്. അതാണ് അബൂ സുഫിയാന് മലിക്കുർ റൂം കൈസറിന് മുമ്പിൽ പറയേണ്ടി വന്നത്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആം 124 പറഞ്ഞു, അല്ലാഹു അഅലമു ഹൈതു യജ്അലു റിസാലതഹു. മാത്രമല്ല സൂറത്തു ശുഅറാ 200-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 220-ാമത്തെ ആയത്തിൽ വതഖല്ലുബക ഫിസ്സാജിദീൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മുഫസ്സിരീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉസൂല് മുബാറക, അവിടുത്തെ ആബാ, അജ്ദാദ്, ഉമ്മഹാത്ത്, ജദ്ദാത്ത്, അവരുമായി ബന്ധപ്പെട്ട വിഷയം ധാരാളം പറഞ്ഞത് കാണാം. തഫ്സീർ സാവിൽ തന്നെ പറഞ്ഞത് കാണാം, വൽ മഅന യറാക മുതഖല്ലബൻ ഫി അസ്ലാബി വറഹാബിൽ മുഅ്മിനീൻ മിൻ ആദമ ഇലാ അബ്ദില്ലാഹ് ഫഉസൂലുഹു ജമീഅൻ മുഅ്മിനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാ, അജ്ദാദ്, ആദം നബി ഇസ്ലാം മുതൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വരെയുള്ള എല്ലാവരും മുഅ്മിനീങ്ങളാണ്. അപ്പോൾ ഒരു ഇഷ്കാലുണ്ട്, ആസറോ ഇബ്രാഹിമിന്റെ പിതാവല്ലേ? അതിന് ഇമാം സ്വാവി തങ്ങൾ തന്നെ മറുപടി പറഞ്ഞത് കാണാം, ആസർ എന്നൊരു എളാപ്പയാണ്, പിതാവ് താറഖാണ് എന്നതാണ് മുഹഖിഖീങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉസൂല് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുൽ മുഹമ്മദി അവരുള്ള കാലത്തോളം അവർ ഒരൊറ്റ ആളും ശിർക്കും കുഫറും ഒന്നും ചെയ്യില്ലെന്നും ആ പ്രകാശമുള്ള കാലത്തോളം അങ്ങനെയാണ് എന്നും ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ഹാഷിത്തു സ്വാവി അല തഫ്സീറുൽ ജലാലൈൻ 4-ാം വാല്യം 246-ാമത്തെ പേജിൽ, അതായത് സൂറത്തു ശുഅറാ 220-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ആബാ, അജ്ദാദ്, സുബുലുൽ ഹുദാ വറഷാദ് ഫി സീറത്ത് ഖൈറുൽ ഇബാദ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ നസബ് ഷരീഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നസബ് ഷരീഫ് 5 ബാബുകളായി മഹാനവറുകൾ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ് മുബാറക്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞതും ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്നും ആ ആയത്തിൻ്റെ വിശദീകരണത്തിലെല്ലാം ധാരാളം പറഞ്ഞത് കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബായിനെ സംബന്ധിച്ച് ഒരുപാട് ബൈത്ത് മുഖേനയും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് സുബുലുൽ ഹുദയിലും രേഖപ്പെടുത്തിയതായി കാണാം. ഹഫിളൽ ഇലാഹു കറാമത്തൻ ലി മുഹമ്മദി ആബാഅഹുൽ അംജാദു സൗനൻ ലിസ്മിഹി തറകുസ്സിഫാഹ ഫലം യുസിബ്ഹു ആറുഹു മിൻ ആദമ വ ഇലാ അബീഹി വ ഉമ്മിഹി മിൻ അഹ്ദി ആദമ ലം യസൽ യുഹ്മാ ലഹു ഫി നസ്രിഹൽ അസ്ലാബു വൽ അർഹാമു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബൈത്തുകൾ സുബുലുൽ ഹുദാ വറഷാദ് ഫി സീറത്ത് ഖൈറുൽ ഇബാദ് 1-ാം വാല്യം 186-ാമത്തെ പേജിലും മറ്റും രേഖപ്പെടുത്തതായി കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ആബാ, അജ്ദാദ് മുഅ്മിനീങ്ങളാണ്, മുവഹിദുകളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് ഉണ്ടായിരിക്കെ ചില ആളുകൾ ചില രേഖകൾ കൊണ്ട് അതിനെ നിഷേധിക്കാറുണ്ട്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാ, അവിടുത്തെ ഉമ്മഹാത്ത് എല്ലാവരും മുഅ്മിനീങ്ങളാണ്, മുവഹിദാണ്, നാജിയാണ്. ആ കൂട്ടത്തിൽ ഒരൊറ്റ കുഫറും ശിർക്കിൻ്റെ ആളുകളില്ല. ഈ വിഷയത്തിൽ ഒരുപാട് മുഹഖിഖീങ്ങൾ, ആശിഖീങ്ങൾ ഒരുപാട് പുണ്യ ഇബാറത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. മസാലിക്കുൽ ഹുനഫ പോലത്തത്. ഇമാം അഹമ്മദ് റളാ ഖാൻ അൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഷുമൂലുൽ ഇസ്ലാമിലെ ഉസൂലുർ റസൂലിൽ കിറാം എന്ന് പറയുന്ന ഒരു റിസാലത്തന്നെ, ഒരു ഗ്രന്ഥം തന്നെ മഹാനായ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. സാധാരണയിൽ കാണുന്ന 32 വാല്യങ്ങളുള്ള അതിൽ 30ാമത്തെ വാല്യത്തിലുള്ള ഈ റിസാല ഷുമൂലുൽ ഇസ്ലാമിലെ ഉസൂലുർ റസൂലിൽ കിറാം അലാ ഹദ്റത്ത് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ മഹത്തായ ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല അല്ലദീ യറാക ഹീന തഖൂമു വ തഖല്ലുബക ഫിസ്സാജിദീൻ സൂറത്തുശ് ശുഅറാ 219 220 വരെയുള്ള ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മുഫസ്സിരീങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലം അസൽ യൻഖുലുനി മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്, സാധാരണ നമ്മൾ മൻഖൂസ് മൗലിദിൽ മഖ്ദൂമുൽ കബീർ റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞ ഒരു പുണ്യവാക്കാണത്. ആ ഒരു പുണ്യവാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാ അജ്ദാദിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അതേ വാക്ക് ഒരുപാട് പണ്ഡിതന്മാര് തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻഖൂസ് മൗലിദിൽ വലം യസൽ യൻഖുലുനി റബ്ബി മിൻ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാ അജ്ദാദ് അവര് ത്വാഹിരീങ്ങളാണ്, ത്വാഹിറാത്താണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ അബീ ബക്കർ അൽ ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 839 അതായത് 839 ഹിജ്റയിൽ ഉണ്ടായിരുന്ന ആ മഹാനവറുകൾ 6307 ഹദീസിൽ തൻ്റെ ഗ്രന്ഥമായ ഇത്ഹാഫുൽ ഖിയർത്തിൽ മഹറ എന്ന ഗ്രന്ഥത്തിലും പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പുണ്യവാക്ക് അത് തന്നെയാണ് മൻഖൂസ് മൗലിദിലും ഉള്ളത്. ഫഅഹബത്തുല്ലാഹുൽ അർള ഫീ സുൽബി ആദം ഫജുഇല ഫീ സുൽബി നൂഹിൻ ഫി സഫീനതി വഖുദിഫ ഫി നാരി ഫീ സുൽബി ഇബ്രാഹീമ വലം യസൽ യൻഖുലുനി മിനൽ അസ്ലാബിൽ കിറാം ഇലൽ അർഹാമി ത്വാഹിറതി ഹത്താ അഖ്റജനി മിൻ ബൈനി അബവയ്യ ലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത് എന്ന് ഇത്ഹാഫുൽ ഖിയറത്തിൽ മഹറ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ അബൂ ബക്കർ അൽ ബൂസരി അതായത് ഇമാം അഹ്മദുൽ ബൂസരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാം. ഇതേ പരാമർശം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ മത്വാലിബിലും സുയ്യിദ് ഇമാം റഹിമഹുല്ലാഹിന്റെ ദുറുൽ മൻസൂർ ഖസ്വായിസിലും അങ്ങനെ ഖസ്സലാനി തങ്ങളുടെ മവാഹിബുൽ ദുനിയയിലും അതുപോലെ യൂസുഫ് നബ്ഹാൻ തങ്ങളുടെ അൻവാറുൽ മുഹമ്മദിയ അതുപോലെ ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ അസ്ബാബു തൻസീൽ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് റഹിമഹുമുല്ലാഹ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളോട് അൽ ഫത്താവുൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശർഇയ്യ 18ാമത്തെ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇസ്തിഫ്താ വന്നപ്പോൾ, ചോദ്യം വന്നപ്പോൾ മഹാനായ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഫത്താവുൽ അസ്ഹരിയ 19 മുതൽ 21ാമത്തെ പേജ് വരെ ഒരുപാട് ദലായിലുകൾ, തെളിവുകളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ഷരീഫ് അവിടുത്തെ വാലിദയിൽ കരീമൈൻ റളിയല്ലാഹു അൻഹുമാനെ സംബന്ധിച്ച് വിശദമായി രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച്. മാത്രമല്ല അസ്റാറു തംസീൽ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും ഇമാം ഷാലിയാത്ത് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ഇമാം ഷാലിയാത്ത് റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞത് മുജദ്ദിദുൽ ഖർനി സാദിസി ഇമാമു അഹ്ലി സുന്നത്തി വൽ ജമാഅ അൽ ഖായിം റദ്ദി അലൽ ഫിറഖിൽ മുബ്തദിയത്തി അൽ ഇമാം ഫഖറുദ്ദീൻ അർ-റാസി الإمام فخر الدين الرازي رحمة الله عليه فقال في كتابه أسرار التنزيل إمام رازي رحمة الله عليه أسرار التنزيل രേഖപ്പെടുത്തുന്നു ومما يدل على أن آباء محمد صلى الله عليه وسلم ما كانوا مشركين
ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അസ്റാറു തൻസീലിൽ രേഖപ്പെടുത്തുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളുടെ ആബാ അജ്ദാദ് അവരിൽ ആരും തന്നെ മുശ്രിക്കീങ്ങളില്ല, ശിർക്ക് ചെയ്തവരില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലം അസൽ അൻഖുലു മിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്. ത്വാഹിരീങ്ങളായ മഹത്തുക്കളുടെ മുതുകുകളിൽ നിന്ന് ത്വാഹിറാത്തായിരിക്കുന്ന മഹദി അവരുകളുടെ അർഹാം മുബാറക്കയിലേക്ക്, ഗർഭാശയത്തിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഇമാം റാസി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു, ഇന്നമൽ മുശ്രികൂന നജസുൻ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഫവജബ അല്ലാ യകൂന അഹദുൻ മിൻ അജ്ദാദിഹി മുശ്രികാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാ അജ്ദാദിൽ ഒരൊറ്റ മുശ്രിക്കും ഉണ്ടായിട്ടില്ല എന്നത് ഇതിൽ നിന്ന് സ്പഷ്ടമായി നിർബന്ധമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അസ്റാറു തൻസീൽ പറയാണ്. ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി ഫതാവുൽ അസ്ഹരിയ 19 രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹിയുടെ മസാലിക്കുൽ ഹുനഫാ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലുമുണ്ട്. മാത്രമല്ല അഫ്ദലുൽ ഖുറാഇ ഉമ്മിൽ ഖുറാൻ ഇമാം ബൂസുരി റഹിമഹുല്ലാൻ്റെയും അതുപോലെ ഷറഹുൽ ഹംസിയ, അതായത് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷാലിയാത്ത് റഹിമഹുല്ലാഹ് പറയാണ്, അന്ന ആബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈറിൽ അംബിയാ, അന്ന ആബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈറുൽ അംബിയാ വ ഉമ്മഹാതിഹി ഇലാ ആദം വഹവാ ലൈസ ഫീഹിം കാഫിറുൻ ലിഅന്നൽ കാഫിറ ലാ യുഖാലു ഫീ ഹഖിഹി ഇന്നഹു മുഖ്താർ വലാ കരീമുൻ വലാ ത്വാഹിറുൻ ബൽ നജസുൻ കമാ ഫീ ആയതി ഇന്നമൽ മുശ്രികൂന നജസുൻ. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാ അജ്ദാദ് എല്ലാ മുഅ്മിനീങ്ങളാണ്. അവരാരും ഷിർക്കിൻ്റെയും കുഫറിൻ്റെ ആളുകളല്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവുൽ അസ്ഹരിയിലും, ഇമാം അഹ്മദ് റളാ ഷുമൂലുൽ ഇസ്ലാം ലി ഉസൂലി റസൂലിൽ കിറാം, ഇമാം സുയൂത്തി മസാലിക്കുൽ ഹുനഫ ഫി നജാത്തി വാലിദയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ചിലർ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ചില പ്രത്യക്ഷമായ തെളിവുകളൊക്കെ കണ്ടിട്ട് അവരെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞെങ്കിലും മിർഖാത്തുൽ മഫാത്തി പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം. മാത്രമല്ല ആ മഹത്തുക്കൾ പിന്നീട് അതിനെ സംബന്ധിച്ച് മടങ്ങി വന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവർ മുഅ്മിനീങ്ങളാണ് എന്ന് സമ്മതിച്ചതും അതിനെ ആധികാരമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞതും ചെയ്ത മഹാന്മാരുണ്ട്. ഷറഹു ഷിഫ മുല്ല അലി ഖാരി റഹ്മത്തുള്ളാഹിയുടെ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുവഹിദുകളാണ്, മുഅ്മിനീങ്ങളാണ്. അതോടുകൂടെ അവരെ ആബാ അജ്ദാദ് അവരൊക്കെ മുഅ്മിനീങ്ങളാണ്, ഷിർക്കും കുഫറും ചെയ്തവരല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ അവരെ ഉമ്മത്തിൽപ്പെടുത്താൻ വേണ്ടി, സ്വഹാബത്തിൽപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച സംഭവങ്ങളും ചില മഹാന്മാരൊക്കെ രേഖപ്പെടുത്തതായി കാണാം. മുഅ്മിനീങ്ങളാണ്, മുവഹിദുകളാണ്, ഈ ഉമ്മത്തിലും പെടുത്താണ്, സ്വഹാബത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടിയും. ഇമാം ഖസ്സലാനി റഹ്മത്തുള്ളാഹി മവാഹിബുർ ലദുന്യയിലും അതുപോലെ ഇമാം സുഹൈലി റഹിമഹുല്ലാ റൗദുൽ അംഫിലും തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതാപിതാക്കളെക്കുറിച്ച് അതവില്ലാത്ത വാക്കുകൾ പറയുന്നവർ അവർ ഖാത്തിയാണ്, അവർക്ക് വലിയ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നും മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അൽ മവാഹിബുൽ ഇലാഹിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ 1-ാം വാല്യം 280-ാമത്തെ പേജിലൊക്കെ പറഞ്ഞത് കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാ അജ്ദാദ് അവിടുത്തെ നസബ് എല്ലാം വലിയ മഹത്വമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നസബ് ഷരീഫ്, അവിടുത്തെ വാലിദൈൻ, അവിടുത്തെ മാതാപിതാക്കൾ വലിയ മഹത്വമുള്ളവരാണ്.
അവരിൽ ആരും തന്നെ ശിർക്കും കുഫ്ർ ചെയ്തവരില്ല എന്നൊക്കെ വിശദമായി മഹത്തുക്കൾ തൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീറത്തുകൾ ഗ്രന്ഥങ്ങളിൽ സീറത്തുൽ ഹൽബിയ, ഇൻസാനുൽ ഉയൂൻ, അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ശരീഫിനെ കുറിച്ച് ധാരാളം പറഞ്ഞത് കാണാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ആബാ അജ്ദാദ്, അവരുടെ നസബ് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മദിന സമയമുണ്ടായിരുന്ന അജായിബാത്ത്, ഒരുപാട് ബറക്കാത്ത് ഈ പറയുന്ന മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മസമയമുണ്ടായ ബർക്കത്തുകളും പുണ്യങ്ങളും വഹാബികളുടെ നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് നജ്ദിയും അൽ ജവാഹിറുൽ മുദിയ്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുകയാണ്. വൗലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഇസ്നൈനി സാനി അശറ മിൻ റബീഉൽ അവ്വൽ ആമൽ ഫീൽ, റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയം ഉണ്ടായ അജായിബാത്ത്, ബറക്കാത്ത് എല്ലാം വിശദീകരിച്ചു. ഈവാൻ കിസ്റ, ഇപ്പോഴും അത് സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിന്റെ മഖബറത്തു ഷരീഫിന്റെ അടുക്കൽ ഉണ്ട് എന്നും ജവാഹിറുൽ മുദിയ്യയിലും മറ്റും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബ് ഷരീഫ് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ അടക്കം അൽ ബിദായത്തു വൻ നിഹായിൽ, അതുപോലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുബുലുൽ ഹുദാ വർ റഷാദ് ഫി സീറത്ത് ഖൈറുൽ ഇബാദ്, ആ ഗ്രന്ഥങ്ങളിലൊക്കെ അവിടുത്തെ നസബ് ഷരീഫിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാ അജ്ദാദ്, അവരുടെ ഉമ്മഹാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധാരാളം അതിലൊക്കെ പറഞ്ഞത് കാണാം. അല്ലാഹു തആല ആ ആബാ അജ്ദാദാകാൻ ഭാഗ്യം സിദ്ധിച്ച മഹത്തുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ ആബാ അജ്ദാദാകാൻ അല്ലാഹു തൗഫീഖ് നൽകിയ ആ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ആ മുഅ്മിനീങ്ങളുടെയും മുവഹിദുകളുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നൂറുൽ ദലാമിലും തുഹ്ഫത്തുൽ മുരീദ് അതായത് ഹാഷിയത്തുൽ ബാജൂരിലും അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ വാലിദൈൻ കരീമൈൻ അവിടുത്തെ നസുമായി ബന്ധപ്പെട്ട ഇന്ന് വരെ ഏതെല്ലാം ഹക്കിൻ്റെ അഹ്ലുകാർ ഇഷ്കിൻ്റെയും മഹബത്തിൻ്റെയും വെളിവാക്കിക്കൊണ്ട് എഴുതിയ എല്ലാ മഹാന്മാരുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വസായിറിൽ മാദിഹീന വൽ മുഹിബ്ബീന വൽ ആശിഖീൻ വഅസ്ലാഫിഹിം വഖലാഫിഹിം വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി